നമസ്കാരം. ഒരു ലക്ഷ്യം നേടണമെങ്കിൽ നിതാന്തമായ പരിശ്രമം, ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനം ഇവയൊക്കെ ആവശ്യമാണ്. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. പലരും മറന്നിട്ടുണ്ടാകും, ജനുവരി മാസം 23-ാം തീയതി നമുക്ക് സാക്ഷാൽ പ്രധാനമന്ത്രിയിൽ നിന്ന് ലഭിച്ച ഒരു വലിയ വാഗ്ദാനം. നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് ഇവിടെ തിരുവനന്തപുരത്ത് കപ്പൽശാല പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ എയിംസ് പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ മെട്രോ പ്രഖ്യാപിക്കും, അതുപോലുള്ള വമ്പൻ പദ്ധതികളാണ് പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ കരുതിയത്. അതൊന്നും സംഭവിച്ചില്ല. അപ്പോൾ നമ്മളെല്ലാം നിരാശരായി. പ്രധാനമന്ത്രി നമ്മളെ കബളിപ്പിച്ചു എന്നുള്ള ആരോപണങ്ങളുമായി പലരും മുന്നോട്ട് വന്നു. സെയിലിംഗ് കമന്ററി അത്തരത്തിൽ വിമർശനം ഉന്നയിച്ചു. പക്ഷേ അന്തിമ വിശകലനത്തിൽ അതിനേക്കാൾ വലിയൊരു വാഗ്ദാനമാണ് അദ്ദേഹം നൽകിയിട്ട് പോയത്. വാഗ്ദാനം നൽകിയത് പ്രധാനമന്ത്രിയാണെന്ന് ഓർക്കണം. നമുക്ക് അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ പിടിച്ചു നിർത്താൻ കഴിയും. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഐ വിൽ എക്സ്റ്റെൻഡ് ഓൾ മൈ സപ്പോർട്ട് ടു മേക്ക് ട്രിവാൻഡ്രം ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നായി തലസ്ഥാനത്തെ മാറ്റും, തിരുവനന്തപുരത്തെ മാറ്റും എന്നുള്ളത് സെയിലിംഗ് കമന്ററിയെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ വാഗ്ദാനങ്ങളെക്കാൾ, അല്ലെങ്കിൽ വേറൊരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുന്നതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു ക്യാപിറ്റലാണ്, വസ്തുത്തിൽ അതൊരു മൂലധനമാണ്. നമുക്ക് ആ മൂലധനത്തിൽ പിടിച്ചു നിന്നുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും നേടിയെടുക്കാൻ ശ്രമിക്കണം. അത്തരത്തിൽ നമ്മൾ മാത്രം പറഞ്ഞു വരുന്ന അടുത്ത ഒരു ഇന്ധനം, ലോകത്തിലെ അടുത്തൊരു ഇന്ധനം നമ്മുടെ തുറമുഖം വഴി കപ്പലുകൾക്ക് നൽകിയാൽ രാജ്യത്തിന് വലിയ നേട്ടമുണ്ടാകും, ജനങ്ങൾക്ക് വലിയ ഒരു സൗകര്യമുണ്ടാകും, നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ ചുറ്റുപാടുകൾ, പ്രകൃതി, എല്ലാവർക്കും വളരെ അനുകൂലമായ ഒരു സാഹചര്യമുണ്ടാകും. മനുഷ്യരുടെ ആരോഗ്യം, ഇവയിലൊക്കെയും വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുന്നതാണ് മെത്തനോൾ എന്ന് പറയുന്ന ഇന്ധനത്തിന്റെ ഉൽപാദനവും അതിന്റെ റോ മെറ്റീരിയൽ സംസ്കരണവും ഒക്കെ. അത് നമ്മൾ ജനുവരി 23-1 പ്രധാനമന്ത്രി പറയുന്നു, നമ്മൾ ഒരു ചെവിയിൽ കൂടെ കേട്ടു മറു ചെവിയിൽ വിടുന്നു. ഇങ്ങനെയായാൽ ഒരു കാര്യവും നേടിയെടുക്കാൻ പറ്റില്ല. പ്രധാനമന്ത്രി പറഞ്ഞതല്ലേ, അതിനെ അദ്ദേഹം നടത്തിക്കോളും, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് കരുതിയിരുന്നാൽ അങ്ങനെ സംഭവിക്കില്ല. കാരണം ഇന്ത്യയിൽ ഏകദേശം 500-600 ജില്ലകളും നഗരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് വന്നു സംസാരിച്ചു എന്നുള്ള സത്യമാണ്. അദ്ദേഹത്തിന് എല്ലാ നഗരങ്ങളും ഇതുപോലെ ശ്രദ്ധിക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അദ്ദേഹത്തെ ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. പ്രധാനമന്ത്രി പറഞ്ഞ കാര്യമാണ്. ആരും പറയാത്ത കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തിയാണ് വിഴിഞ്ഞം തുറമുഖം നേടിയെടുത്തത്. ട്രിവാൻഡ്രം പോർട്ട് ഇന്ന് ലോകത്തിലെ എണ്ണപ്പെട്ട തുറമുഖങ്ങളുടെ പട്ടികയിൽ 85-ാം സ്ഥാനത്തെത്തി. അത് ആരും നൽകിയ വാഗ്ദാനമല്ല, ജനങ്ങളുടെ നിരന്തരമുള്ള പരിശ്രമമായിരുന്നു. അങ്ങനെയുള്ള ഒരു പരിശ്രമം മെത്തനോളിന്റെ കാര്യത്തിലും തുടരണമെന്ന് 23-1 തന്നെ നമ്മളും തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് കാർഡ് ക്യാമ്പയിൻ എന്ന് പറയുന്ന ആശയം. അദ്ദേഹത്തെ ദിവസവും ഒരു 10 കാർഡ് അവിടെ ചെന്നുകൊണ്ടിരുന്നാൽ അദ്ദേഹത്തിന് തന്നെ ഒരു മനസ്സിൽ കുത്തലുണ്ടാകും. കാരണം താൻ പറഞ്ഞ ഒരു കാര്യം ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ളൊരു മനുഷ്യ സഹജമായ ഒരു വേദന അദ്ദേഹത്തിനുണ്ടാവും. അങ്ങനെയാണ് സെയിലിംഗ് കമന്ററി ഈ പോസ്റ്റ് കാർഡ് എഴുത്തെന്നുള്ള പ്രക്രിയ തുടങ്ങിയത്. അത് വ്യക്തികൾ പലരും, ഞാൻ തന്നെ ഏകദേശം 25-ാം ദിവസമായെന്ന് തോന്നുന്നു, എല്ലാ ദിവസവും എഴുതും അദ്ദേഹത്തിന്. എനിക്ക് കാണാപ്പാടമാണ്, അദ്ദേഹത്തിന്റെ വിലാസം കാണാപ്പാടമാണ്. അന്ന് തന്നെ നമ്മൾ പറഞ്ഞത് സ്കൂളുകൾ വഴി ഈ ദൗത്യം ഏറ്റവും ഫലപ്രദമായി വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിലും ട്രിവാൻഡ്രം പോർട്ടിന്റെ കാര്യത്തിലും നമ്മൾ 30 കൊല്ലമായി സ്വീകരിച്ചത് വിദ്യാർത്ഥി സമൂഹവുമായി ഈ വിഷയം ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരെ കർമ്മരംഗത്ത് ഇറക്കിയതിലൂടെയാണ് നമുക്ക് ഈ വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞത്. അതുപോലെ മെത്തനോളിന്റെ കാര്യത്തിലും നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരണം, അവരെ ഉൾച്ചേർക്കണം, അവരിലോട്ട് ഈ ആശയം ബാറ്റൺ പോലെ കൈമാറണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കുകയായിരുന്നു. അത് കേട്ട് ശ്രീ രാജേന്ദ്ര ബാബു എന്ന് പറയുന്ന കരുത്തനായ പോരാളി അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ നിർമ്മല ഭവൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കൊണ്ട് ഒരു കാർഡ് എഴുത്ത് ക്യാമ്പയിൻ പ്ലാൻ ചെയ്തു.
അവിശ്വസനീയമായിരുന്നു പ്രതികരണത്തിന്റെ കാഴ്ച നേരിട്ട് കണ്ടിട്ട് നമുക്ക് തുടരാം. ഏകദേശം 1000-ഓളം കുട്ടികളാണ്. 1000-ഓളം കുട്ടികൾ ഇരുന്ന് എഴുതുന്ന കണ്ടല്ലോ. ആ കുട്ടികൾ എഴുതുന്ന കത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ആലോചിച്ച് നോക്കുക. 1000-ഓളം കുട്ടികൾ ഒരേ ആവശ്യം ഉന്നയിക്കുക. മെത്തനോൾ എന്ന് പറയുന്നത് മാലിന്യ നിർമ്മാർജ്ജനമാണ്. അതിലൂടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്തുന്ന, തുറമുഖം വഴി കപ്പലുകൾക്ക് കൈമാറിക്കൊണ്ട് വലിയ വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന, നാട്ടുകാർക്ക് തൊഴിലുണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനത്തിന് വേണ്ടി 1000 കുട്ടികൾ കത്തെഴുതി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു കാരണവശാലും അവഗണിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് നിർമ്മല ഭവൻ എന്ന് പറയുന്ന സ്കൂളിന്റെ നിർമ്മലമായ ഈ ഉദ്ദേശത്തെ ഒരു ഭരണാധികാരിക്കും തള്ളിക്കളയാൻ കഴിയില്ല. അവിടുത്തെ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിൻസ് അലക്കൽ, വൈസ് പ്രിൻസിപ്പൽ മല്ലു മേരി തോമസ്, ഇതിന്റെ ചുമതല ഏറ്റെടുത്ത അധ്യാപകർ വിദ്യാസജി, രാജലക്ഷ്മി, കുട്ടികളുടെ സ്റ്റുഡൻസ് കോർഡിനേറ്റേഴ്സ്, ഇവരെല്ലാം കൂടി ചേർന്നാണ് ഇത് വിജയകരമായി നടപ്പാക്കിയത്. ദേവാനന്ദ AR, ജാനകി S നായർ, നിയ നസ്രിൻ S. ഇവരുടെ പരിശ്രമത്തിന്റെ ഫലമായി വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ 16-ാം തീയതിയാണ് സ്കൂൾ അങ്കണത്തിൽ വെച്ച്, ഈ ഫെബ്രുവരി 16-നാണ് സ്കൂൾ അങ്കണത്തിൽ വെച്ച് കുട്ടികൾ നിരന്നിരുന്ന് പ്രധാനമന്ത്രിക്കും എഴുതി, നമ്മുടെ മേയർക്കും എഴുതി. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലാണ് കുട്ടികൾ. എല്ലാവരുടെയും ആവശ്യം ഒന്നാണ്: മാലിന്യത്തിൽ നിന്ന് മെത്തനോൾ ഉണ്ടാക്കി തുറമുഖം വഴി കയറ്റുമതി ചെയ്ത് രാജ്യത്തിന് സംഭാവന നൽകണം എന്നുള്ളതായിരുന്നു ആവശ്യം. അപ്പോൾ നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ നിരന്തരം അതിനുവേണ്ടി പരിശ്രമിച്ചാൽ ഒരു ശക്തിക്കും അത് അവഗണിക്കാൻ കഴിയില്ല. അതാണ് ഞങ്ങളുടെ കഴിഞ്ഞ 30 വർഷത്തെ അനുഭവം. അതാണ് സാക്ഷാൽ ട്രിവാൻഡ്രം തുറമുഖം. സാധാരണ പറയാറുണ്ട്, നന്മയുള്ള കുറെ മനുഷ്യർ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ ഭൂമി, ഈ പ്രകൃതി വലിയ അപകടങ്ങളിലോട്ട് പോകാതെ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ കുറച്ചു പേരെ പരിചയപ്പെടുത്തണം. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ രാജേന്ദ്രബാബുവിന്റെ കാര്യം ഞാൻ പറഞ്ഞു, സ്കൂൾ ടീമിന്റെ കാര്യവും പറഞ്ഞു. ഈ പ്രവർത്തനത്തിൽ നിശബ്ദമായി അണിചേർന്ന ഒരാളുണ്ട്. ഒരു നാവികനാണ്, കപ്പൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്, വെല്ലിംഗ്ടൺ പെരേര. സെയിലിംഗ് കമൻട്രിയുടെ ഈ ആഹ്വാനം ശ്രദ്ധിച്ച അദ്ദേഹം ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് അയച്ചു. എൻ്റെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് കാർഡ് ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചിരിക്കുന്ന ചിലയിടത്തൊക്കെ പോകുമ്പോൾ പോസ്റ്റ് കാർഡ് നിന്നു, സ്റ്റോക്ക് തീർന്നു, കിട്ടാനില്ല എന്നൊക്കെയുള്ള അനുഭവത്തിൽ നിന്ന് ഒരു ദിവസം ശ്രീ വെല്ലിംഗ്ടൺ പെരേര എന്ന് പറയുന്ന നാവികൻ, മറൈൻ എഞ്ചിനീയർ, അദ്ദേഹം പറഞ്ഞു കൊല്ലത്താണ് അദ്ദേഹം താമസിക്കുന്നത്, പക്ഷെ അദ്ദേഹത്തിന്റെ വീട് തിരുവനന്തപുരത്താണ്. അദ്ദേഹം താമസിക്കുന്നതിനടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ കാർഡുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു 1000 കാർഡ് വാങ്ങി, 1000 കാർഡ് പൈസ കൊടുത്ത് വാങ്ങിച്ച് ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നവർ ഈ ലോകത്ത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. അദ്ദേഹം പറഞ്ഞു, അതിനേക്കാൾ കൂടുതൽ കാർഡുകൾ അവിടെയുണ്ട്, വേണമെങ്കിൽ ഇനിയും വാങ്ങാം എന്ന് പറഞ്ഞത് മാത്രമല്ല,
സ്കൂളിന് ഈ 16-ാം തീയതി എഴുതണമെങ്കിൽ ശനിയാഴ്ച തന്നെ, അതിനു മുമ്പുള്ള ശനിയാഴ്ച തന്നെ പോസ്റ്റ് കാർഡ് സ്കൂളിൽ എത്തിക്കണമായിരുന്നു. അങ്ങനെ അദ്ദേഹം കൊല്ലത്ത് നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്ന് പോസ്റ്റ് കാർഡ് ശ്രീ രാജേന്ദ്രബാബുവിന് കൈമാറുകയും രാജേന്ദ്രബാബു അത് സ്കൂൾ അധികൃതർക്ക് കൈമാറുകയും ചെയ്തു. അങ്ങനെ 16-ാം തീയതി ആ പരിപാടി നടത്തുകയും അന്നേ ദിവസം തന്നെയാണെന്ന് തോന്നുന്നു അവരത് പോസ്റ്റ് ഓഫീസിന് കൈമാറുകയും ചെയ്തു. ഇത്തരം നിർമ്മലമായ മനസ്സുകളുടെ ഉടമകളാണ് വാസ്തവത്തിൽ ഈ സമൂഹത്തെ ഒരു അപകടരഹിതമായ കാലത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം നല്ല മനസ്സുകളെ നമ്മൾ അഭിനന്ദിക്കുന്നതിനോടൊപ്പം നമുക്കും അണിചേരാം. ഇതൊരു സ്കൂൾ ടീച്ചർ വഴിയുള്ള, മിക്കവാറും എനിക്കറിയില്ല വിദ്യാ സജിയാണോ രാജലക്ഷ്മി ടീച്ചറാണോ എന്നറിയില്ല, രാജേന്ദ്രബാബുവിന്റെ സൗഹൃദത്തിലൂടെയാണ് ഇത് യാഥാർത്ഥ്യമായത്. അതുപോലെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയും. തിരുവനന്തപുരത്ത് മാത്രമല്ല, മെത്തനോൾ എന്ന് പറയുന്നത് ലോകം മുഴുവനുള്ള വിഷയമാണ്, ഇന്ത്യ മുഴുവനുള്ള വിഷയമാണ്, കേരളം മുഴുവനുമുള്ള വിഷയമാണ്. അപ്പോൾ എന്നെ ശ്രമിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ ഒരു പ്രക്രിയ സ്കൂളുകൾ വഴി, കോളേജുകൾ വഴി, അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങൾ വഴി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. കാരണം അദ്ദേഹം നമുക്കൊരു വാഗ്ദാനം നൽകി, ആ വാഗ്ദാനം അദ്ദേഹം പാലിക്കാൻ സന്നദ്ധനാകണം. അതിലൂടെ ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മുടെ അഭ്യർത്ഥന. തീർച്ചയായും ആയിരങ്ങളുടെ ഈ അഭ്യർത്ഥന ഒരു കാരണവശാലും തിരസ്കരിക്കപ്പെടില്ല എന്നുള്ളതാണ് നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ.